വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശില്പദാസ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു 4 പുസ്തകത്തിനെ കുറിച്ചാണ്. 3 പുസ്തകം ആനിമൽസിനെ കുറിച്ചാണ്, ഒരു പുസ്തകം സ്ത്രീകളെ കുറിച്ചുള്ള അശ്വതി ശ്രീകാന്തിൻ്റെ കാളി എന്ന പുസ്തകമാണ്. അതിൽ ആദ്യത്തെ പുസ്തകമാണ് അന്ന സിവലിൻ്റെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകമാണിത്. നമ്മളോട് ഒരു കുതിരയാണ് സംസാരിക്കുന്നത്. കുതിര അതിൻ്റെ പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത്, അതിൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അതിനെന്തൊക്കെയാണ് അതിൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെന്തൊക്കെ മനോഭാവമാണ് തോന്നുന്നത്, അതിന് ഏതൊക്കെ സാഹചര്യത്തിലാണ് വളരെയധികം കാമായിട്ടിരിക്കുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അതിന് ദേഷ്യം വരുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് അതിന് വേദനിക്കുന്നത് എന്നുള്ള, നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഒരു മനസ്സുണ്ട്, അവർക്കും വേദനയുണ്ട്, അവരോടും ദയോടുകൂടി പെരുമാറണം, വളരെയധികം സ്പേസ് അവർക്കും ആവശ്യമാണ്. അവരുടെ ലൈഫിൽ നമ്മൾ മൃഗങ്ങളെ പല രീതിയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു കുതിരയിലൂടെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണിത്. അന്ന സിവൽ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ്. അവർ ഈ ഒരൊറ്റ പുസ്തകം എഴുതിയതിന് ശേഷം മരിച്ചുപോയി. അതായത് 5 മാസത്തിന് ശേഷം ഈ പുസ്തകം എഴുതി 5 മാസത്തിന് ശേഷം ഇവർ മരിച്ചുപോയി. അപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമാണിത്. ഈ ഒരൊറ്റ പുസ്തകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവരുടെ എഴുത്ത് രീതി നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഇത് മലയാളമാണ്. മലയാളം വിവർത്തനം ചെയ്തത്, പുനരാഖ്യാനം ചെയ്തത് അനു എന്ന എഴുത്തുകാരിയാണ്. ഇംഗ്ലീഷ് ഞാൻ വായിച്ചിട്ടില്ല. സോ വളരെ നല്ലൊരു പുസ്തകമാണ്. നമുക്ക് ഒരു കുതിരയെ കാണുന്ന സമയത്ത് സവാരി ചെയ്യാനും സ്വന്തമാക്കാനും, അതായത് കുതിര എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലുള്ളൊരു ഫീലിംഗ് ആണ്. കുതിരപ്പുറത്ത് കയറുക, ആനപ്പുറത്ത് കയറുക എന്നൊക്കെ പറയുന്നത് പല രീതിയിലുള്ള ഫീലിംഗ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനെങ്ങനെ ആണ് അത് ഫീൽ ചെയ്യുക, നമ്മൾ അതിനോട് പെരുമാറുന്ന രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം കുതിരയെ കാണുന്ന സമയത്ത് നമുക്ക് വേറൊരു രീതിയിലായിരിക്കും തോന്നുന്നത്. എനിക്കിപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുതിരകളെക്കുറിച്ച് വേറൊരാൾ സംസാരിക്കുമ്പോഴോ കുതിരകളെ കാണുന്ന സമയത്തോ സിനിമകളിൽ കുതിരകളെയൊക്കെ യൂസ് ചെയ്യുന്ന രീതി കാണുമ്പോഴൊക്കെ ഞാൻ അതിൻ്റെ വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ ഈ മൃഗങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ സഹായിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നെക്സ്റ്റ് ഗജരാജൻ ഗുരുവായൂർ കേശവൻ. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലില്ല. അത് ആനയെക്കുറിച്ച് പറയുന്നതാണ്. അത് മനുഷ്യൻ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് കേശവൻ എന്ന് പറയുന്നത് ഗുരുവായൂരെ നടതള്ളിയ ഒരു ആനയാണ്. ആ കേശവൻ എന്ന ആനയുടെ കുട്ടിക്കാലം മുതൽ യൗവനം, വാർദ്ധക്യം, പിന്നീട് അതിൻ്റെ മരണം വരെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പല സാഹചര്യങ്ങളിലും ഈ ആന പെരുമാറുന്ന രീതിയും, ആനയെ ഒരു ഗജരാജനാണ് എന്നുള്ള രീതിയിൽ അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്ന ഒരു സിമ്പൽ മാത്രം, സ്റ്റാറ്റസ് സിമ്പൽ മാത്രമായിട്ടല്ല ഈ പുസ്തകത്തിൽ പറയുന്നത്. അതൊരു മൃഗം കൂടിയാണ്, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ള രീതിയിൽ, അതിനും അതിൻ്റേതായിട്ടുള്ള സ്പേസ് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ എന്ന എഴുത്തുകാരൻ ഈ ഗജരാജനെ കുറിച്ച് സംസാരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗജമാണ് ഗുരുവായൂർ കേശവൻ. വേറെ ഏതൊരു ആനയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും കേശവനാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മളിലേക്ക് വരുന്നത്. അത് പ്രത്യേകിച്ച് കേശവനെ പരിചയമുള്ളവർക്ക് കേശവൻ എന്ന് പറയുന്നത് വെറും ഒരു ആനയോ അല്ലെങ്കിൽ ഒരു മൃഗമോ മാത്രമല്ല, മീൻസ് അങ്ങനെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ മാത്രമല്ല, അതിലും ഉപരിയായിട്ട് ഗുരുവായൂരപ്പനോടടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഗജരാജനെ പലരും കാണുന്നത്. ഏതൊരു എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയാലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രാജാവ് തന്നെയായിരുന്നു കേശവൻ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഏത് സാഹചര്യത്തിലാണെങ്കിലും തൻ്റെ കാര്യങ്ങൾ, അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളൊരു ആളായിരുന്നു കേശവൻ. തന്നെ ഒരുപാട് പണിയെടുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനോടൊക്കെ വിരോധം കാണിക്കുന്ന, തനിക്കിത് സാധിക്കില്ല എന്ന് കാണിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു. ആരെ എങ്ങനെ ഉപദ്രവിച്ചാലും എന്തൊക്കെ സംസാരിച്ചാലും കേശവനെ അത് ബാധിക്കില്ലായിരുന്നു. കേശവൻ
അവന് പറ്റുന്നത് മാത്രമേ കേശവൻ ചെയ്തിട്ടുള്ളൂ. സോ ആ ഒരു കാര്യം എനിക്ക് കേശവനിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിക്കുന്ന ഒരുപാട് ഫീലിങ്സിലൂടെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകും. ഒരുപാട് സന്തോഷം തോന്നിക്കുന്ന, ഒരുപാട് ദുഃഖിപ്പിക്കുന്ന, അതേപോലെ തന്നെ അവസാനം കേശവൻ ഇല്ല എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇല്ല എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്കൊരു വിങ്ങൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഈ ഗുരുവായൂർ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ആനയോട്ടം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്ത ഗുരുവായൂർ പല ഫെസ്റ്റിവൽസിനെ കുറിച്ചൊക്കെ തന്നെ നല്ല രീതിയിൽ റൈറ്റർ എഴുതിയിട്ടുണ്ട്. ഗുരുവായൂർ കേശവനെ കണ്ട് പരിചയമുള്ള, അതിൻ്റെ രീതികളൊക്കെ കണ്ട് ശീലിച്ച, അല്ലെങ്കിൽ പറഞ്ഞ് കേൾക്കുന്ന പാപ്പാന്മാരുമായിട്ടൊക്കെ കണക്ഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ. അപ്പോൾ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ഈ റൈറ്റിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പുസ്തകമാണ്. ആനയെക്കുറിച്ച്, ഗജരാജനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സഹായിക്കുന്നൊരു പുസ്തകമാണ്. നല്ല റീഡിംഗ് ആയിരിക്കും. ദ നെക്സ്റ്റ് ഈസ് ഒരു പ്രകൃതി നിരീക്ഷകൻ്റെ കഥകൾ. എന്താണ് ടെയിൽസ് ഓഫ് എ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത് പി മൻതൈഫിൽ എന്ന ഒരു സോവിയറ്റ് സുവോളജിസ്റ്റിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരുപാട് മൃഗങ്ങളെക്കുറിച്ചും ഒരുപാട് പ്രാണികളെക്കുറിച്ചും, അതായത് ചെറിയ ചെറിയ പ്രാണികൾ മുതൽ വലിയ വലിയ സിംഹരാജാവ് വരെ എത്തുന്ന, പറഞ്ഞു പോകുന്ന അവരുടെ ജീവിത ശൈലികൾ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ കുട്ടികളോടുള്ള പെരുമാറ്റ രീതികൾ, അവരുടെ താമസ സൗകര്യങ്ങളുമായിട്ട് അവരെത്രത്തോളം അഡാപ്റ്റഡ് ആവുന്നു, സൂവിൽ കൊണ്ടിടുന്ന മൃഗങ്ങൾ എങ്ങനെയായിരിക്കും, കാട്ടിൽ കൊണ്ടിടുന്ന മൃഗങ്ങൾ എങ്ങനെയായിരിക്കും, സൂവിൽ ഒരു മൃഗം താമസിച്ചതിന് ശേഷം പിന്നീട് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ മൃഗത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു നോളജ് തരുന്ന ഒരു പുസ്തകമാണിത്. നമുക്ക് ഈ മൃഗങ്ങളെക്കുറിച്ച്, പ്രാണികളെക്കുറിച്ചൊക്കെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൃതിയാണിത്. ഈ പുസ്തകം എന്ന് പറയുന്നത് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂവിൽ പരിശീലിപ്പിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ച് വേറൊരു സൈഡാണത്. അപ്പോൾ കുട്ടികൾക്ക് അതൊരു കൈൻഡായിട്ട് തോന്നണമെന്നില്ല. കുട്ടികൾക്കത് അംഗീകരിക്കാനുള്ളൊരു പ്രായം എത്തിയതിന് ശേഷം വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണിത്. എന്തായാലും ഒരു പുതിയ നോളജ് തരുന്ന ഒരു പുസ്തകമായിരിക്കും. നല്ല റീഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ വായിക്കുക. വാങ്ങിയതാണെങ്കിലും ലൈബ്രറി അടുത്താണെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. നല്ലൊരു നോളജായിരിക്കും ഈ പുസ്തകത്തിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഈസ് അശ്വതി ശ്രീകാന്തിൻ്റെ കാളി. അശ്വതി ശ്രീകാന്തിൻ്റെ കാളിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ പുസ്തകം ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടും സ്റ്റോറി ഇട്ടും ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പുസ്തകം വാങ്ങിക്കാനോ എടുത്ത് വായിക്കാനോ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് തെറ്റായിപ്പോയി എന്നുള്ളത്, അല്ലെങ്കിൽ വൈകിപ്പോയി എന്നുള്ളത് അത് വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് സ്ത്രീകൾക്ക് പല ഭാവങ്ങളുണ്ട്. പല സാഹചര്യത്തിൽ, പല ജീവിത അനുഭവങ്ങളിലൊക്കെ അവർ പെരുമാറുന്ന രീതിയും അവർ റിയാക്ട് ചെയ്യുന്ന രീതിയും ഒക്കെ പല രീതിയിലാണെന്നുള്ളത് കാണിച്ചു തരുന്നൊരു പുസ്തകമാണ്. അതായത് സ്ത്രീകളുടെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കാനും സ്ത്രീകളെ മനസ്സിലാക്കാനും സഹായിക്കുന്നൊരു പുസ്തകമാണ്. ആസ് എ വുമൺ, ആസ് എ ഗേൾ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണത്. സ്ത്രീകളെക്കുറിച്ച് അതിൽ ഒരു കോട്ട് പറയുന്നുണ്ട്: വളയിട്ടാലൊന്ന്, വളയിട്ടില്ലെങ്കിലൊന്ന്, കണ്ണെഴുതിയാലൊന്ന്, കണ്ണെഴുതിയില്ലെങ്കിലൊന്ന്. അതായത് സ്ത്രീകൾ പല രീതിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്ത്രീകളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ ഫസ്റ്റ് കഥ ഉണ്ട്, ഒരു ബഞ്ച് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ് കേട്ടോ അത്. അതിൽ ഫസ്റ്റ് കഥയുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറന്നു വരാൻ സാധിക്കും എന്ന് കാണിച്ചു തന്ന, നമ്മൾ വെറുതെയാണ്, നമ്മൾ എക്സ്ക്യൂസസ് നമ്മളാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മളുടെ സാഹചര്യം ഇതാണ്, ഇതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത്. നോ, നമ്മളെ തന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. മറ്റുള്ളവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ലിമിറ്റേഷൻസ് പോലും നമുക്കത് താല്പര്യമില്ല, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ലിമിറ്റ് ചെയ്ത് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന സ്റ്റോറീസ് ഒക്കെ തന്നെ പല സാഹചര്യങ്ങളിലുള്ള, പല ജോലികൾ ചെയ്യുന്ന,
പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ സ്ത്രീ എപ്പോഴാണ് ഒരു സമാധാന രൂപത്തിലുണ്ടാകുന്നത്, സ്ത്രീ എപ്പോഴാണ് ഒരു കാമായിട്ടിരിക്കുന്നത്, സ്ത്രീ എപ്പോഴാണ് ഒരു കാളിയായിട്ട് മാറുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്നൊരു പുസ്തകമാണിത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയും ഈ പുസ്തകങ്ങളൊക്കെ തന്നെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ലൈഫിനെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത ജീവിതങ്ങളുണ്ട്, നമ്മൾ സ്പേസ് കൊടുക്കാത്ത ജീവിതങ്ങളുണ്ട്. അതിപ്പോൾ മൃഗങ്ങളാണെങ്കിലും മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റി നിർത്തുന്ന ആളുകളാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് ബൈ ആക്സിഡൻ്റലി ആണ് ഞാൻ ഈ കാളി എന്ന പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ത്രീകളെയും മൃഗങ്ങളെയും ഒരേപോലെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഉപകരണം മാത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉപകരണം എന്നുള്ളതിൽ നിന്നും മാറ്റി നിർത്തി അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും നമ്മളും, അതായത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിലും കാട്ടിലുള്ള മൃഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്പേസ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ലൈഫായിരിക്കും നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ തന്നെ. സോ ഹാപ്പി റീഡിങ്. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് സന്തോഷമായിട്ടിരിക്കുക, മറ്റുള്ളവരോട് കൈൻഡായിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും പെരുമാറാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.